നമസ്കാരം. മഹാശിവരാത്രി ദിവസം നമുക്കേവർക്കും ആചാര്യസ്വാമികൾ ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ രചിച്ച ശിവ അപരാധ ക്ഷമാപണ സ്തോത്രം വളരെ ബൃഹത്തായ സന്ദേശം നൽകുന്ന, അത്രയധികം നമ്മൾ ചിന്തിച്ച് നമ്മുടെ ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കേണ്ട സന്ദേശം, എപ്പോഴും ചിന്തിക്കാൻ പറ്റുന്ന വിഷയങ്ങൾ ആ ഒരു ഒറ്റ ശ്ലോകത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് പേർക്കറിയാം, ചിലർക്ക് അറിയത്തില്ല. അറിയാത്തവർക്കായിട്ട് ആദൗ കർമ്മപ്രസംഗാത് കലയതി കലുഷം മാതൃകുക്ഷൗ സ്ഥിതം മാം എന്ന് തുടങ്ങുന്നു. ആദൗ കർമ്മപ്രസംഗാത്, കർമ്മത്തിൻ്റെ ഗതിവിഗതികളെ കൊണ്ട് നാം വീണ്ടും മാതാവിൻ്റെ കുക്ഷിയിലേക്ക് പതിക്കുകയാണ്, ജീവാത്മാവ്. അപ്പോൾ ഈ കർമ്മമാണ് നമ്മുടെ ജനന മരണങ്ങൾക്ക് കാരണം. കർമ്മം എന്ന് പറയുമ്പോൾ കർമ്മം നേരിട്ടല്ല, കർമ്മം ചെയ്യുമ്പോഴുള്ള നമ്മുടെ ഭാവന, അതായത് മമത്വം. ആ മമത്വമാണ്, കർമ്മത്തിനോടുള്ള മമത്വമാണ് നമ്മുടെ ജനന മരണങ്ങളിലേക്കുള്ള കാരണം. മമത്വ ബോധം, ആ ചിന്ത. ആദൗ കർമ്മപ്രസംഗാത് കലയതി കലുഷം മാതൃകുക്ഷൗ സ്ഥിതം മാം വിൺമൂത്ര എന്ന് പറഞ്ഞ് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നാം ആ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ നാം ഇതെല്ലാം മൂത്രത്തിനും മലത്തിനും ഇടയ്ക്ക് 10 മാസമാണ് നാം കഴിയുന്നത്. ഇന്ന് നമുക്ക് ഓർമ്മയില്ല, പക്ഷേ അന്ന് ഓർമ്മയുണ്ട്. എന്തോരു കഷ്ടമാണ് എന്നുള്ള ഒരു ചിന്തയാണ് ഇവിടെ. അതിനുശേഷം നമ്മൾ തുടങ്ങുകയാണ്, ആ അമ്മയ്ക്ക് എന്താണ് നമുക്ക് കൈമാറാൻ സാധിക്കുക? 10 മാസം. ഏകസ്യാപിന ഗർഭഭാരഭരണ ക്ലേശസ്യ യസ്യാക്ഷമോ ധാതും നിഷ്കൃതിമുന്നതോപി തനയസ്തസ്യൈ ജനന്യൈ നമഃ എന്ന് മറ്റൊരു ഭാഗത്ത് ആചാര്യൻ, മറ്റൊരു ശ്ലോകത്ത് മാതൃപഞ്ചകം അതിൽ അദ്ദേഹം കുറിക്കുന്നുണ്ട്. ഏകസ്യാപിന ഗർഭഭാരഭരണം, തനിയെ ചുമക്കുകയാണ് ആ ഗർഭത്തെ. അങ്ങനെ നമുക്ക് വീണ്ടും ഈ അപരാധ ക്ഷമാപണ സ്തോത്രത്തിലേക്ക് വരാം. അങ്ങനെ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ പതിച്ച ശേഷം ജനനം നടക്കുകയാണ്, യൗവനത്തിലേക്ക് നീങ്ങുകയാണ്, അതിനുശേഷം വാർദ്ധക്യത്തിലേക്ക് നീങ്ങുകയാണ്. അത് പടിപടിയായിട്ട് ആചാര്യസ്വാമികൾ വിവരിക്കുന്നു. പ്രൗഢോ അഹം യൗവനസ്ഥോ വിഷയവിഷധരൈഹി എന്ന് പറയുന്നു. അപ്പോൾ യൗവനകാലത്തിലേക്ക് നാം നീങ്ങുമ്പോൾ സ്വതവേ ഈ എന്താ പറയുക, അഹങ്കാരം കൂടിക്കൂടി പോവുകയാണ്. അങ്ങനെ അതിനുശേഷം വാർദ്ധക്യകാലം, വാർദ്ധക്യേശ്ചേന്ദ്രിയാണാം വിഗതഗതി മതിശ്ചാതി ദൈവാദിതാപൈഹി എന്ന് പറയുന്നു. വാർദ്ധക്യകാലത്തിലേക്ക് പോകുമ്പോൾ ഇന്ദ്രിയങ്ങളെല്ലാം തളർന്ന്, ശരീരമൊക്കെ തളർന്ന് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. തനിയെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട അവസ്ഥ, ആരും നോക്കാനില്ല. മുമ്പുണ്ടായിരുന്നവരെല്ലാം തന്നെ നമ്മളെ വിട്ടു പോയി. ഒരു ഗ്ലാസ് പാല് വേണമെന്ന് പറഞ്ഞാൽ പോലും എടുത്തു തരാൻ ആളില്ലാത്ത അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജീവിതത്തിൻ്റെ പല ഘട്ടത്തിലും വിദ്യുച്ഛലം ജീവിതം എന്ന് ആ ഒരു മഹത്തായ സന്ദേശം കൂടി ഈ ശിവ അപരാധ ക്ഷമാപണ സ്തോത്രത്തിലൂടെ ആചാര്യസ്വാമികൾ നമുക്ക് നൽകിയിട്ടുണ്ട്. വിദ്യുച്ഛലം ജീവിതം തസ്മാൻ മാം കരുണാകരഃ കരുണയാ ത്വം രക്ഷ രക്ഷാധുന എന്ന് ശിവൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുകയാണ്. ഏവർക്കും അറിയാം, അതിൻ്റെ അവസാന ശ്ലോകം ഒട്ടുമുക്കാൽ ശിവക്ഷേത്രങ്ങളിലും എഴുതി വെച്ചിട്ടുണ്ട്. കരചരണ കൃതം വാ കായജം കർമ്മജം വാ ശ്രവണ നയനജം വാ മാനസം വാ അപരാധം വിഹിതം വാ സർവമേതത് ക്ഷമസ്വ ശിവ ശിവ കരുണാബ്ധേ ശ്രീമഹാദേവശംഭു. ഈ ഒരു 4 വരി എല്ലാവർക്കും അറിയാം. വളരെ പ്രസിദ്ധമായ ശ്ലോകമാണ്. ശിവഭക്തന്മാർക്ക് എല്ലാവർക്കും തന്നെ ഈ ശ്ലോകം അറിയാം. ഈ ഒരു 4 വരിയെങ്കിലും ഈ മഹാശിവരാത്രി മുതൽക്ക്, ഇല്ലെങ്കിൽ ഇന്ന് തൊട്ട് തന്നെ നമുക്ക് ഏവർക്കും ജപിക്കാം. ഉറങ്ങുന്നതിന് മുന്നേ നാം ഏവരും ശീലിക്കേണ്ടതായിട്ടുള്ള ഒരു ശ്ലോകമാണ്. കരചരണ കൃതം വാ കായജം കർമ്മജം വാ ശ്രവണ നയനജം വാ മാനസം വാ അപരാധം വിഹിതം വാ സർവമേതത് ക്ഷമസ്വ ശിവ ശിവ കരുണാബ്ധേ ശ്രീമഹാദേവശംഭോ എന്നുള്ള ഒരു മഹത്തായ ശ്ലോകം നാം ജപിച്ച ശേഷം ശിവനെ സ്മരിച്ചുകൊണ്ട്, ശിവനെ നമസ്കാരം ചെയ്തുകൊണ്ട്, വീട്ടിൽ തന്നെയാണ് രാത്രി കിടക്കുന്നതിന് മുന്നേ ഇത് ഏവരും ചൊല്ലുക. മഹാശിവരാത്രി ദിവസം അതിനൊരു തുടക്കം കുറിക്കുമാറാകട്ടെ.
ഈ അപരാധ ക്ഷമാപണ സ്തോത്രം ഗൂഗിളിൽ ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി, പടപടയെന്ന് വരും. ഒരുപാട് ഡോക്യുമെൻ്റ്, അത് മലയാളത്തിലും സംസ്കൃതത്തിലും ഇംഗ്ലീഷിലും എല്ലാം ലഭ്യമാണ്. യൂട്യൂബിലും ലഭ്യമാണ്. അത് കുറച്ച് ഭേദങ്ങളുണ്ട്, അതവിടെ ഇരുന്നോട്ടെ. എന്തായാലും നമുക്ക് എവിടെയെങ്കിലും തുടങ്ങണം. അതുകൊണ്ട് ലഭ്യമായ നല്ലൊരു ഒരു വെബ്സൈറ്റിലേക്ക് കയറി അവിടെ ഒരുപാട് വ്യൂസൊക്കെ ഉണ്ടാവുമല്ലോ, ഏവർക്കും അറിയാം, അതിനെക്കുറിച്ച് പറയേണ്ടതില്ല. തെറ്റ് തിരുത്തിയ ശ്ലോകം നോക്കി അത് നാം ഏവരും അന്നേ ദിവസം ജപിച്ച് തുടങ്ങാം. നമുക്ക് ഏവർക്കും നല്ലൊരു സന്ദേശമായിട്ട് അതിനെ സ്വീകരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം എന്ന പ്രാർത്ഥനയോടെ നമസ്കാരം.